അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ മറികടക്കാൻ പുതിയ പല തന്ത്രങ്ങളും മെനയുകയാണ് നമ്മുടെ പുതിയ ചീഫ് സെക്രട്ടറി. വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം ഒരു അടിയന്തര രേഖയുണ്ടാക്കുന്നു, അത് കേന്ദ്ര സർക്കാരിനെ അയച്ചു നൽകി തെറ്റിദ്ധരിപ്പിക്കുന്നു. പഴയ IAS ഉദ്യോഗസ്ഥനെ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ കാലാവധി 6 മാസം കൂട്ടി നീട്ടുന്നു. ഈ സസ്പെൻഷനിലൊക്കെ ഇങ്ങനെ നീട്ടിക്കൊടുക്കുന്നതിലൊക്കെ വലിയ ക്രമക്കേടുകൾ നടത്തുന്നു, വലിയ ക്രമക്കേടുകൾ. സത്യം പറഞ്ഞാൽ ഒരാളോട് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് കാണിക്കുന്ന പകപോക്കൽ, ആ പകപോക്കലാണ് ഇപ്പോൾ ഈ പ്രശാന്തിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ഈ ഡോക്ടർ ജയതിലകനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, IAS ഉദ്യോഗസ്ഥനാണ് പ്രശാന്ത്. ആ പ്രശാന്തിന്റെ സസ്പെൻഷൻ ഇപ്പോൾ ഇതാ 6 മാസം കൂടി നീട്ടിയിരിക്കുന്നു. വലിയ ക്രമക്കേട് നടത്തിയിട്ടാണ് നീട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ വൃത്തികേടാണ്. ഇങ്ങനെയൊന്നും അല്ല സമീപിക്കേണ്ടത്. ഇവിടെ ക്രിമിനൽ കുറ്റമോ അഴിമതി ആരോപണങ്ങളോ ഒന്നുമല്ലാത്ത വിഷയങ്ങളിൽ ഈ സസ്പെൻഷൻ കാലാവധി എന്ന് പറയപ്പെടുന്നത് 1 വർഷത്തിലധികം നീളാൻ പാടില്ല എന്ന അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ നിലനിൽക്കെയാണ് കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നീക്കം ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് നടത്തിയിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് വരുന്നത്. ഒരു IAS ഉദ്യോഗസ്ഥനെ 1 വർഷമാണ് സംസ്ഥാനത്തിന് സസ്പെൻഡ് ചെയ്യാൻ കഴിയുക. പ്രശാന്തിനെതിരെ ഒരു വകുപ്പ് തല അന്വേഷണം തുടരുന്നതിനാൽ സസ്പെൻഷൻ നീട്ടണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും 6 മാസം കൂടി സസ്പെൻഷനിലേക്ക് പോവുക എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തണമെങ്കിൽ അതൊരു തരം പകരം വീട്ടിലാണ്, ഒരു തരം പകയാണ്, ഒരു തരം തരംതാണ പക. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രശാന്തിന്റെ സസ്പെൻഷൻ ഇപ്പോൾ 6 മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത്. അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളെയൊക്കെ മറികടക്കാൻ ഒരു പുതിയ അച്ചടക്ക നടപടി തുടങ്ങിയതായിട്ട് കേന്ദ്ര സർക്കാരിന് അടിയന്തര രേഖയുണ്ടാക്കി അയച്ച്, അങ്ങനെ അത് അയച്ചു കൊടുത്താണ് ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു അനുമതി തന്നെ ഇപ്പോൾ സമ്പാദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 1 വർഷത്തിലധികം കഴിഞ്ഞ സസ്പെൻഷൻ കാലാവധി അത് വീണ്ടും നീട്ടാൻ നിയമപരമായി കഴിയാത്തതിനാലാണ് പ്രശാന്തിനെതിരെ ഒരു പുതിയ അച്ചടക്ക നടപടി തുടങ്ങിയതെന്നാണ് ആരോപണം. ആരോപണം മാത്രം ആക്ഷേപമായിട്ട് നിൽക്കുമ്പോഴും ഇത്രയും ഗതികേടിലേക്ക് ഒരു ചീഫ് സെക്രട്ടറി പോകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. ഇവരൊക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള പണി ചെയ്യുന്നത്? സ്വന്തം തെറ്റുകൾ മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞാൽ അതിനോട് സഹിഷ്ണുതയില്ലായ്മ ഉണ്ടാകുന്നത് പോക്രിത്തനാണ്, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ പുതിയ അച്ചടക്ക നടപടി തുടങ്ങിയതെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നില്ല എന്നുണ്ട്. 24/10/2025 പുതിയ നടപടികൾ കാണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി കേന്ദ്ര സർക്കാരിന് കത്തയച്ചത്. കേന്ദ്രത്തിൽ കേന്ദ്ര പേഴ്സണൽ കാര്യ വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ രചന ഷാ ഡോക്ടർ ജയതിലകിന്റെ അതേ ബാച്ചിലെ, അതായത് 1991 ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥയാണ്. ഡോക്ടർ രചന ഷാ അനുമതി നൽകിയതോടുകൂടിയാണ് ചീഫ് സെക്രട്ടറി പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത്. നിലവിലെ സസ്പെൻഷൻ കാലാവധി തീരുന്നതിന്റെ കൃത്യം 1 ദിവസം മുൻപാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ഒപ്പിട്ട സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. 4/5/2026 വരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത്. ഡോക്ടർ ജയതിലകിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ച് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 2024 നവംബർ മാസം 11 പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ ഗോപാലകൃഷ്ണനെയും ഇതേ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. 2 ഉദ്യോഗസ്ഥരെ ഒരേ ദിവസം സസ്പെൻഡ് ചെയ്തത് കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു. എന്നാൽ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിൻവലിച്ച സർക്കാർ പ്രശാന്തിൻ്റെത് ആദ്യം 4 മാസത്തേക്ക് കൂടി നീട്ടി. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ടുള്ള നീട്ടലിലാണ് ഇതിപ്പോൾ 1 വർഷത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനിടെ പ്രശാന്ത് IASനെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിനാലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള രാജൻ ഖബ്രകളയെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയമിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ആണ് ഇതിന്റെ പ്രസന്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും കൂടെ എന്ത് തീരുമാനമെടുത്താലും അത് പക്ഷേ പുനരന്വേഷണം നടത്തുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ അച്ചടക്ക നടപടി മാറ്റി വേറൊരു പുതിയ അച്ചടക്ക നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്കൊക്കെ ഈ ഡോക്ടർ ജയതിലക് എന്ന് പറയപ്പെടുന്ന ചീഫ് സെക്രട്ടറി
പുതിയ തത്വങ്ങളും അറിവുകളും അച്ചടക്ക നടപടികളൊക്കെ ഉണ്ടാക്കും. എന്ത് ചട്ടങ്ങളാണിത്? എന്ത് രീതിയാണിത്? മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ അപമാനിക്കുക വഴി പ്രശാന്ത് ഭരണയന്ത്രത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിച്ചു എന്നാണ് ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. ഉന്നതി എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ ഉന്നതിയുടെ CEO ആയിരുന്ന താൻ ഫയൽ മുക്കി എന്നുള്ള തരത്തിലുള്ള ആരോപണത്തിന് പിന്നിൽ ജയതിലകാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രശാന്ത് സമൂഹ മാധ്യമത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം അന്ന് ഉന്നയിച്ചത്. ആ വിമർശനമാണ് പ്രശാന്തിന് സസ്പെൻഷൻ ഉണ്ടാകാൻ കാരണം. അപ്പോൾ അഴിമതി പുറത്തു കൊണ്ടുവരുന്ന ഒരു വിസിൽ ബ്ലോവറുടെ റോളാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നും സഹപ്രവർത്തകനെ വിമർശിക്കുന്നത് സർവീസ് ചട്ടലംഘനമല്ല എന്നും അപ്പോൾ തന്നെ പ്രശാന്ത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുകയും ചെയ്തു. അങ്ങനെ അവകാശപ്പെട്ടു എങ്കിൽ കൂടിയും അപ്പോഴും ചട്ടലംഘനം നടത്തിയെന്നാണ് ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. മലയാളിയായിട്ടുള്ള ഈ 2007 ബാച്ചിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രശാന്ത് സർവീസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലകനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഈ ബ്രോ കളക്ടറായിരുന്ന പ്രശാന്ത് സർവീസിൽ തമസ്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് പോലും ഈ ജയതിലകുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ മാത്രമാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സമൂഹത്തിൽ, അദ്ദേഹം കോഴിക്കോടൊക്കെ കളക്ടറായിരുന്ന സമയത്തിന് വലിയ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുമായിട്ട് വല്ലാതെ അടുത്തിടപഴകാൻ കഴിയുന്ന വളരെ സുതാര്യമായ ഒരു വ്യക്തി കൂടിയായിരുന്നു പ്രശാന്ത് എന്ന് പറയുന്നത്. ആ പ്രശാന്തിനെ, അല്ലെങ്കിൽ ആ പ്രശാന്തിന്റെ വളർച്ചയോ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഒരു വല്ലാത്ത ബന്ധമൊക്കെ ചിലപ്പോൾ IAS കേഡറുകളിൽ തന്നെ അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥരിൽ തന്നെ ഒരു അസൂയ ഉളവാക്കുന്ന തരത്തിലായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ എല്ലാ സർക്കാർ സംവിധാനങ്ങളിൽ മാത്രമല്ല എല്ലാ സ്വകാര്യ സംരംഭങ്ങളിലാണെങ്കിലും ഒക്കെ ഉന്നതിയിലേക്ക് ചവിട്ടുപടികൾ കയറുന്ന ആളെ കണ്ടാൽ, അല്ലെങ്കിൽ ജനങ്ങൾ 4 പേർ തിരിച്ചറിയുന്ന തരത്തിലേക്ക്, 4 പേർ കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വ്യക്തി ഉയർന്നു വന്നു തുടങ്ങിയാൽ അയാളെ എങ്ങനെ ചവിട്ടി താഴെ ഇറക്കാം എന്നുള്ളതാണ് മുകളിലിരിക്കുന്നവന്റെയും താഴെ ഇരിക്കുന്നവന്റെയും ചിന്ത എന്ന് പറയുന്നത്. പ്രശാന്ത് എന്ന് പറയപ്പെടുന്ന IASകാർക്കിടയിൽ കുറച്ച് ഭേദപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളോട് സംവദിക്കുവാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു പ്രശാന്ത്. അദ്ദേഹത്തെക്കുറിച്ച് പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതെന്ത് തരത്തിലുള്ള ആക്ഷേപങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കുക. ആ ആക്ഷേപങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഡോക്ടർ ജയതിലകനെ പോലുള്ളവർക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ മാത്രമാണ്. ഡോക്ടർ ജയതിലകൻ എന്ന് പറയപ്പെടുന്ന IASകാരനെതിരെ മറ്റൊരു IASകാരൻ തന്നെ അത്തരത്തിലൊരു ആക്ഷേപമോ ആരോപണമോ ഉന്നയിച്ചാൽ സർവീസ് ചട്ടലംഘനം എങ്ങനെയാകുമെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയില്ല. പകരം അദ്ദേഹത്തിനെതിരെ ചട്ടലംഘനത്തിന്റെ പേരിൽ തന്നെ കേസെടുക്കുന്നു, വകുപ്പ് തല അന്വേഷണം നടത്തുന്നു, സസ്പെൻഷൻ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കുന്നു. അങ്ങനെ ഒരേ ബാച്ചിൽ പഠിക്കുന്നവർ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ആ അന്വേഷണം പ്രഖ്യാപിക്കുന്ന മറ്റൊരു അച്ചടക്ക നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് ഈ അയച്ച കത്ത് അവർ അംഗീകരിക്കുന്നു. അങ്ങനെ വീണ്ടും 6 മാസത്തേക്ക് കൂടി ഈ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടിക്കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ളുകളികൾ വളരെ വലുതാണ്. ഡോക്ടർ ജയതിലകുമായി ബന്ധപ്പെട്ട് ഒരേ ബാച്ചിൽ പഠിച്ചിരുന്നവരായതുകൊണ്ട് രചന ഷാ അവർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്നു കേന്ദ്രത്തിൽ നിന്ന്. ഇല്ലെങ്കിൽ ഒരു സർവീസിലിരിക്കുന്ന വ്യക്തിയെ, ഒരു IASകാരനെ 1 വർഷത്തിലധികം സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള അച്ചടക്ക ലംഘന നടപടി ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചട്ടം നിലനിൽക്കുമ്പോൾ ആ ചട്ടത്തിനെ ലംഘിച്ചുകൊണ്ട് മറ്റൊരു അച്ചടക്ക നടപടി ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണ്? ഇവിടെ ഈ IASകാർക്ക് ഇടയിലുള്ള ഈ അസൂയയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആ ഉദ്യോഗസ്ഥരുടെ മേന്മ കുറയ്ക്കും അല്ലെങ്കിൽ ശോഭ കെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ ഇത്തരത്തിലുള്ള തമ്മിൽ കുത്ത് സർക്കാരിന്റെ കൂടി പ്രതിച്ഛായ ബാധിക്കും. ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല, അവരുടെ നടപടിക്രമങ്ങൾ ശരിയല്ല. IAS ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ
കാരണം IAS ഉദ്യോഗസ്ഥർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലിരിക്കുന്നവർ, ഇന്ത്യൻ ഭരണ സർവീസിലിരിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിവുള്ളവരായിരിക്കും, അല്ലാതെ ഇങ്ങനെ തമ്മിലടി നടത്തിയിട്ട് കാര്യമില്ല. ഇവിടെ ജയതിലകനെ പോലുള്ള ഒരു ചീഫ് സെക്രട്ടറി നമുക്കുണ്ട് എന്ന് പറയുന്നത് നാണക്കേടായിട്ട് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഇങ്ങനെയല്ല ഇവരെ പോലുള്ളവർ പെരുമാറേണ്ടത്. N. പ്രശാന്തിനെ 1 വർഷത്തിലധികം ഇപ്പോൾ അച്ചടക്ക നടപടിയിലൂടെ, ചട്ടലംഘനത്തിലൂടെ സസ്പെൻഷൻ കാലാവധിയിലേക്ക് നിർത്തിയിട്ടും പോരാ, 2026 വരെ വീണ്ടും അദ്ദേഹത്തിന് സസ്പെൻഷൻ കാലാവധി നിർത്തുന്നു. ഏപ്രിൽ മാസം വരെ വീണ്ടും സസ്പെൻഷൻ കാലാവധി നിർത്തുന്നു. ഇനി അത് കഴിഞ്ഞതിന് ശേഷവും പുതിയ ചട്ടമൊക്കെ ഉണ്ടാക്കുമായിരിക്കും. വീണ്ടും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ തന്നെ എത്ര നാൾ ഇങ്ങനെ സസ്പെൻഷൻ നിർത്താൻ കഴിയും? ഇത്രയും ഗതികെട്ട ഒരു സംവിധാനം, ഇത്രയും വൃത്തികെട്ട ഒരു രീതി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഈ സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ. പരസ്പരമുള്ള വർഗബോധമില്ലാത്ത കോമാളികളായി മാറുകയാണ് ഈ IAS-കാർ.